നന്ദുവിന് അനാമിക സാരി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ നന്ദുവിനത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നന്ദു അനയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ സാരി ഉടുക്കാറില്ലെന്ന് നിനക്കറിയില്ലേന്ന് ചോദിക്കുമ്പോൾ, ഞാനെന്ത് ചെയ്യാനാ, അവളായിട്ട് കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. എന്നിട്ട് നന്ദു ചോദിക്കാണ്, സാരി ഉടുത്താൽ മാത്രമേ നിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എന്നെ അനുവദിക്കുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, എന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്, ഞാൻ ഉടുക്കാറില്ലാത്ത സാധനമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോറി, അതെങ്കിലും തിരിച്ചു തന്നേക്കെന്ന് പറയുമ്പം, സാരമില്ല ഒരാൾ തന്നതല്ലേന്നും പറഞ്ഞിട്ട് നന്ദു അതും കൊണ്ട് പോവാണ് കേട്ടോ. എന്താണ്, തമിഴിലേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് മലയാളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴിലാണെങ്കിലും ഈ സമയത്ത് അനാമികയുടെ ഭയങ്കര പ്രണയത്തിലായിരിക്കും. പക്ഷെ മലയാളത്തിലാണ് അവൾ ഇഗ്നോർ ചെയ്ത് വിടുന്നത്. നന്ദുവിനെ തന്നെയാണ് എനിക്കിഷ്ടം. ആ ഒരു ലൈനിൽ തന്നെ തുടർന്നതായിരിക്കും വളരെ നല്ലത്. അങ്ങനെ അനിയാണെങ്കിൽ നന്ദു ഈ ഒരു തുണിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കനകത്തിനെ മുത്തശ്ശി വീട്ടിൽ പിടിച്ചു നിർത്തുന്നുണ്ടല്ലോ അനന്തപുരിയിൽ. അതുകൊണ്ട് തന്നെ ഗോവിന്ദനും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. നന്ദു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നന്ദു കണ്ണാടിയിൽ പോയിട്ട് ഈ സാരി എടുത്ത് അവളുടെ ദേഹത്ത് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അനിയുമായിട്ട് ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും അനി അവളെ വീഴാൻ പോയപ്പം അനി ഇങ്ങനെയുള്ള ക്യാച്ച് പിടിച്ചിരുന്നല്ലോ, ആ ഒരു സംഭവം, അങ്ങനെ അനിയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും അവളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നന്ദുവിനത് ഓർക്കുമ്പോൾ വളരെ കരച്ചിൽ വരുന്നുണ്ട്. നന്ദു ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അനാമികയുടെ മുഖം ഓർമ്മ വരുമ്പോൾ അവൾ ആ സാരി എടുത്ത് കട്ടിലിനടിയിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും അനി വന്നിട്ട് നന്ദുവിന്റെ കഥയിൽ ഇങ്ങനെ ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടലോടുകൂടി തന്നെ നന്ദു ആ ഡോർ തുറക്കുമ്പം, എന്താ നന്ദു, ആരെയും വിളിച്ചിട്ട് കേൾക്കുന്നില്ലോ, വീട്ടിലെന്താ ആരും ഇല്ലേന്ന് ചോദിക്കുമ്പം, ഇല്ല, അമ്മയും അച്ഛനും ചേച്ചിയുടെ അടുത്ത് വരെ പോയിരിക്കാന്ന് പറയുന്നുണ്ട്. ആണോ, വീട്ടിലേക്കാണോ പോയത്? ഞാനിവിടെ ഒരു കാര്യം ചോദിക്കാൻ വന്നാന്ന് പറയുമ്പം, എന്താ അനിയും ചോദിക്കുമ്പം, അല്ല, നിനക്ക് ഈ കല്യാണം, ഞങ്ങളുടെ വിവാഹത്തിലും ഞങ്ങളുടെ റിലേഷനിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പം, എനിക്കെന്ത് എതിർപ്പ്, എങ്ങനെ പറയാണ്, അല്ല, ആ സാരി നീ വേണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നുന്നു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നുമില്ല, എനിക്ക് ആ സാരി ഇഷ്ടപ്പെടാറുകയില്ലെന്ന് പറയുമ്പോഴേക്കും അവളുടെ കട്ടിലിനടിയിൽ ആ സാരി കിടക്കുന്നത് അനി കാണുകയാണ്. വേണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു നന്ദു, ഇതെന്തിനാ നീ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പം, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്നും ആ സാരി പിടിച്ചു വാങ്ങിയിട്ട് വീണ്ടും നന്ദു വെക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ കല്യാണത്തിന് ഈ സാരിയോട് തന്നെ ആയിരിക്കും ഞാൻ വരാൻ പോകുന്നത് എന്ന് നന്ദു വിഷമിച്ച് പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദുവിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും ആ സമയത്ത് അതിന് നന്ദുവിനും ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന്. പക്ഷേ അനിയാണെങ്കിലോ, എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലോട്ടൊന്ന് പോവാണ്. അനിയും തിരിച്ചു വിളിക്കണം നന്ദുനുണ്ടായിരുന്നു. കെട്ടിപ്പിടിച്ച് അവനോട് തന്റെ പ്രണയം പറഞ്ഞൊന്നും നന്ദുനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെങ്കില് അവൾ അപ്പോഴും ഓർക്കുന്നത് അവളുടെ ചേച്ചിമാർ രണ്ടുപേരും ആ കുടുംബത്തിൽ കിടന്ന് അനുഭവിക്കുന്ന ഓർത്തിട്ട് അവൾക്കത് ഓർത്തുമ്പോൾ പേടിയാവുന്നുണ്ട്. തന്റെ പ്രണയം ആരും മനസ്സിലാക്കില്ല, തനിക്ക് അനന്തപുരിയിലേക്ക് വരാനാന്ന് ഓർത്തിട്ട് എല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് നന്ദു ആരോടും ഒന്നും പറയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കാണ്. അങ്ങനെ അനി പോകുന്നതും അവൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അനിയാണെങ്കിലോ വണ്ടി എടുത്തോണ്ട് അവൻ നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി മൊത്തം നന്ദുവിന്റെ ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിരിക്കും അനിയുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നത്. അങ്ങനെ അനി ഇങ്ങനെ രാത്രിയെല്ലാം ആലോചിക്കുന്നുണ്ട്, ഒരു പക്ഷെ നന്ദുവിനെ തന്നെ ഇഷ്ടമായിരിക്കോ, അതുകൊണ്ടായിരിക്കും അവളുടെ കണ്ണ് നിറഞ്ഞത്. അങ്ങനെ അനാമിക വന്നതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും അവൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ഗോവിന്ദൻ വന്നു കഴിയുമ്പോൾ നന്ദു ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇരിക്കുന്ന കാണുമ്പോൾ, ആഹാ, അച്ഛൻ കരുതിയില്ല മോൾ ഇവിടൊന്നും കാണില്ലെന്ന്, എന്തായാലും നിങ്ങൾക്ക് ഇറങ്ങാൻ പോയില്ലേന്ന് ചോദിക്കാണ്. ഇല്ലച്ചാ. അല്ല, അമ്മ എവിടെയും ചോദിക്കുമ്പം, അത് മോളെ വേറൊന്നും അല്ല, അവിടെ ചെന്നപ്പോഴേക്കും നയനമോളുടെ മുത്തശ്ശിക്ക് ഒരേ വാശി, കനകം അവിടെ നിൽക്കണമെന്ന്. ഇനി 1-2 ആഴ്ച കൂടി അല്ലേ ഉള്ളൂ നവിയുടെ വളകാപ്പിന്, അതോടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നാ അവര് പറഞ്ഞത്. നവിയെ ഇന്നലെ ഒന്ന് വീഴാൻ പോയി, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പം അവരൊരു ഹോം നേഴ്സിനെ നിർത്താൻ തീരുമാനിക്കുകയാണത്രേ. അതുവരേക്കും മോളുടെ അമ്മയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് മനസ്സോടെ അമ്മയോടെ നിന്നു എന്ന് പറയുമ്പം നന്ദു പറഞ്ഞുണ്ട്, അവിടെ ആ ജലജയ്ക്കും ദേവേനിക്കും ഒന്നും എന്റെ അമ്മേനെ ഇഷ്ടമില്ല, അവിടെ ചെന്ന് വെറുതെ അവർ വായിരുന്നൊക്കെ കേൾക്കുന്ന എന്തിനാച്ചാ അമ്മയെ അങ്ങ് കൊണ്ടുവന്നതാന്ന് ചോദിക്കുമ്പം, എന്ത് പറയാനാ മോളെ, ആ മുത്തശ്ശി അങ്ങനെ നിർബന്ധിക്കുമോ, നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ, നമുക്ക് നിർത്താനല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാ അവരൊത്തിരി നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് പറ്റുന്ന മോളെ പോവാഞ്ഞേ, എന്താ മുഖം വാടിയിരിക്കുന്നു ചോദിക്കുമ്പം, ഒന്നുമില്ലച്ചാ, ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു, അതിൻ്റെതായിട്ടുള്ള മുഖം വാട്ടലായിരിക്കും എന്ന് പറയുമ്പം, ആ ശരി, എന്നാൽ അച്ഛൻ പോയിന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു വീണ്ടും അവളെ മുറിക്കകത്ത് തന്നെ കയറി കഥവടച്ചിരിക്കുകയാണ്. സന്ധ്യയായിട്ടും നന്ദു ഒന്നും ഇറങ്ങിപ്പോലും വരുന്നില്ല. അപ്പോഴേക്കും ഗോവിന്ദനാണെങ്കിലോ അവിടെ ഓരോ വർക്കിലായിരിക്കും. നന്ദു ഒരു ഗ്ലാസ് കാപ്പിയും എടുത്തെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് അച്ഛനൊന്ന് കൊടുക്കുമ്പം ഗോവിന്ദൻ ചോദിക്കാണ്, മോളെ ഇവിടെ അച്ഛന്റെ കൂടെ വന്നിരിക്കുക, മോളിൽ എന്താ എങ്ങും പോവാതെ എന്നൊക്കെ ചോദിക്കുമ്പം, ഒന്നുമില്ല ചെന്ന് പറയുന്നുണ്ട്. അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട് കുറെ ദിവസങ്ങളായിട്ട് മോളുടെ ഈ മാറ്റം എന്താന്ന് അച്ഛനോട് തോന്നുന്നു പറ, ഇന്നാകുമ്പോ അമ്മയില്ല, അതാകുമ്പോ അമ്മയുടെ വായിന്ന് വഴക്കം കേൾക്കണ്ട, എന്താന്ന് വെച്ചാൽ പറയാന്ന് പറയുമ്പം, ഒന്നുമില്ല അച്ഛാ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാ എന്നൊക്കെ പറഞ്ഞ് അവൾ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കാപ്പി അവൾക്ക് കൊടുത്തിട്ട്
നന്ദു വീണ്ടും മുറിയിലേക്ക് പോവാണ്. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും ഗോവിന്ദനാട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ വിളമ്പിയിട്ട് നന്ദുമോളെ കഴിക്കാൻ വാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു വന്നിട്ട് കഴിക്കാനൊക്കെ ഇരുന്നിട്ട് പറയാണ്, അച്ഛാ എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ, എന്ത് പറ്റി എന്റെ മോക്ക്, ഈ അച്ഛനോട് പറയാന്ന് പറയുമ്പോൾ, ഒന്നുമില്ല അച്ഛാ, എനിക്കൊന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ, എങ്കിൽ അച്ഛനും വേണ്ടെന്ന് പറയാണ്. അയ്യോ, അച്ഛൻ ഇത്ര നേരം ജോലിയൊക്കെ ചെയ്തതല്ലേ, ഒന്നും കഴിക്കാതെ കിടന്നാൽ എന്താ ചെയ്യാ, അച്ഛൻ കഴിക്കുമെന്ന് പറയുമ്പോൾ, ഇല്ല എന്റെ മോള് കഴിക്കാതെ അച്ഛൻ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ശരി ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ആ സമയം മൊത്തം ഗോവിന്ദൻ അവളെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനെ അവര് കിടന്നുറങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു എപ്പിസോഡ് പോയതിനു ശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു എപ്പിസോഡ് കാണിക്കുകയാണ് നന്ദുവിന്റെ അനിയുടെ ഒക്കെ ആയിട്ട്. പല സമയത്തായിട്ടും നന്ദുവിനെ അനിയനെയും അനാമികനെയും ഒരുമിച്ച് കാണുമ്പോൾ ഈ നന്ദു കരയുന്നുണ്ട് കേട്ടോ. നന്ദു വീട്ടിൽ ഒരു മുറിക്കകത്ത് തന്നെ കയറി ചടഞ്ഞുകൂടി ഇരിക്കുകയായിരിക്കും എപ്പോഴും. അങ്ങനെ കനകം പലതവണ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നിന്റെ മനസ്സിലെ പ്രശ്നം ചോദിക്കുമ്പോൾ, എനിക്ക് ഒന്നുമില്ല എന്ന് പറയാണ്. എന്നാലും ചോദിക്കുന്നുണ്ട്, അല്ല ആ അനാമികയും അനിയുമാണോ നിന്റെ പ്രശ്നം ചോദിക്കുമ്പോൾ, എന്റെ പ്രശ്നവും അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ നിന്റെ അമ്മയാണല്ലോ, ഈ പ്രായം കഴിഞ്ഞ ഞാനും വന്ന് എനിക്കിതൊക്കെ മനസ്സിലാവും, നിന്റെ മനസ്സിൽ അനി തന്നെയല്ലേ ചോദിക്കുമ്പോൾ, അമ്മ എന്റെ പൊട്ടത്തിലൊക്കെ പറഞ്ഞേ, ആരും കേൾക്കണ്ട, ആരും കേട്ടാ പിന്നെ അത് മതി എന്ന് പറയാണ്. അല്ല എനിക്കങ്ങനെ തോന്നി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, എന്നാലും നിന്നെ അങ്ങോട്ടേക്ക് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അവിടെ പോയിട്ട് എന്റെ നയനമോൾ ഇരുന്ന് കഷ്ടപ്പെടുക, ആ അവസ്ഥയിൽ നിന്നെ കാണാൻ എനിക്ക് വയ്യ, നീ ഇതുപോലെ തന്നെ അങ്ങ് നടന്നാ മതി, അമ്മയ്ക്ക് അത് മതി, ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് നിന്നെ ഞാൻ കെട്ടിച്ചു വിട്ടോളാം, ഞങ്ങൾക്ക് കയറി വരാൻ പറ്റിയ വീട്ടിലേക്ക് എന്നൊക്കെ അവള് പറയാണ്. അങ്ങനെ നന്ദു വീണ്ടും വീണ്ടും വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ നന്ദുവിന്റെയും അനിയുടെയും അനാമികയുടെയും വിവാഹം ഉറപ്പിക്കുന്നുണ്ട്. അപ്പൊ വിവാഹം ഉറപ്പിച്ച കാര്യം നയനെ വിളിച്ചിട്ട് കനകയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ തന്നെ ഇരിക്കുകയായിരിക്കും നന്ദു. അപ്പൊ നന്ദു ഇവരെയും കേൾക്കുന്നുണ്ട്. അതായത് അനിയുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞ കാര്യം നന്ദു അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. നന്ദു അപ്പോൾ തന്നെ അകത്തെ മുറിയിലേക്ക് പോയിട്ട് കതക് അടച്ചിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളിങ്ങനെ കട്ടിലേൽ കയറി ഇരുന്നിട്ട് അവളുടെ ആനിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും. ആ ഫോട്ടോയുടെ പുറകിലായിട്ട് ഐ ലവ് യു ആനി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് അവളെ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും കനകം വന്നിട്ട് കതിന് തട്ടുകയാണ്. ഡി വാതിൽ തുറന്ന് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ആ ഫോട്ടോ തലാനക്കീഴിലേക്ക് വെച്ചിട്ട് പോയി ഡോറ് തുറക്കാണ്. നീ എന്താ ഇവിടെ ഇങ്ങനെ വന്ന് ചടഞ്ഞുകൂടിയിരിക്കുന്നേ, അല്ല റൂം അടിച്ചിട്ട് നീ എന്തെടുക്കാൻ ചോദിക്കുമ്പോൾ, ഒന്നും ഇല്ലമ്മേ ഞാൻ ഒന്ന് കിടക്കാൻ കയറുതാന്ന് പറയുന്നുണ്ട്. ആ നീ അങ്ങോട്ടൊന്ന് പോയിക്കേ, അവിടെ പോയിട്ട് ആ കറിക്കൊക്കെ സവോളയൊക്കെ നിർത്തുന്നു വെച്ച് എത്ര പറഞ്ഞാലും കേക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു പുറത്തേക്ക് പോയിട്ട് ആ സവോളയെല്ലാം പറക്കി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കനകം മുറിയിലേക്ക് കയറി വന്നിട്ട്, ഒരു പെൺകുട്ടി ഇരിക്കുന്ന മുറി കണ്ടില്ലേ എങ്ങനെ കിടക്കുന്നതെന്ന്, മൊത്തം അലങ്കോലമാക്കി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ തലകാണിയിലെ ഒതുക്കി പുതപ്പെല്ലാം ഒതുക്കി പറക്കി വെക്കുന്നുണ്ട്. അങ്ങനെ തലകാണി കീഴിൽ നിന്നും അനിയുടെ ആ ഒരു ഫോട്ടോ കാണുകയാണ്. അവരെടുത്ത് നോക്കുമ്പം ഐ ലവ് യു അനിയെന്നും പറഞ്ഞിട്ട് പുറകിൽ എഴുതിയിരിക്കുന്നതും തിരിച്ച് അനിയുടെ ഫോട്ടോ കൂടി കാണുമ്പോഴേക്കും കനകമാകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ബാക്കി സ്റ്റോറി, അതായത് നന്ദുവിന്റെ അനിയുടെ പ്രണയം എവിടെ എത്തി നിർത്തി തീരുന്നുള്ള സ്റ്റോറിയൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും.